I am the best. I can do it. God is always with me. Hi dears, welcome to a new video from English with Essie. നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ഞാൻ എന്താണ് ആദ്യം പറഞ്ഞതെന്നല്ലേ. ഇങ്ങനെ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങി നോക്കൂ, തീർച്ചയായും അതിൽ നിങ്ങൾക്ക് വളരെ മഹത്തായ വിജയങ്ങളുണ്ടാവും. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും അങ്ങനെ തുടങ്ങാം. സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആർജിക്കാനുള്ള കഴിവും നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടങ്ങാം. അതായത് ഐ ആം ദി ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളൊരു 7 ദിവസം പറഞ്ഞു നോക്കൂ. പിന്നീടോ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ദൈവം എല്ലാറ്റിനും എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങളെ അതിമഹത്തായ വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും, ഒരു സംശയമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ വിശദമായി കണ്ടിരിക്കുമല്ലോ. അപ്പോൾ മുമ്പ് കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങൾ എങ്ങനെ പറയുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചത്. ഇന്ന് നമുക്കിനി എന്താണ് ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നാം ഉപയോഗിക്കുന്നത് എന്നാണ് നാം പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ റൂൾസ് വെച്ചിട്ടല്ല, നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ചില ട്രിക്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതിന് ഐ ഗോ ടു സ്കൂൾ എന്ന് പഠിച്ചു. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോയി, ഐ വെൻറ്റ് ടു സ്കൂൾ, അതായത് ഡിഡ് പ്ലസ് ഗോ അല്ലേ. ഇനി നമുക്ക് ഞാൻ നാളെ സ്കൂളിൽ പോകും എങ്ങനെ പറയാം എന്ന് നോക്കൂ. ഞാൻ നാളെ സ്കൂളിൽ പോകും എന്നുള്ളതിന് വിൽ ഗോ, ഞാൻ നാളെ പോകും, അല്ലെങ്കിൽ ഷോൾ ഗോ. ഇവിടെ നമ്മൾ ഷോളിൻ്റെ പ്രയോഗം കൂടുതലായി പഠിക്കുന്നില്ല, കാരണം മുമ്പുള്ള ഓൾഡ് ഇംഗ്ലീഷ് പോലെ അത്ര പ്രാധാന്യം ഷോളിന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വില്ല് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഓക്കെ, അപ്പോൾ ഞാൻ നാളെ സ്കൂളിൽ പോകും എന്നാണെങ്കിൽ ഐ വിൽ ഗോ ടു സ്കൂൾ. നാളെ അവൻ സ്കൂളിൽ പോകും, ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. അവൾ നാളെ സ്കൂളിൽ പോകും, ഷീ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. അവർ നാളെ സ്കൂളിൽ പോകും, ദേ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സെൻറ്റൻസുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു കുഞ്ഞു ക്ലാസ്സിലൂടെ പെട്ടെന്ന് സംസാരിക്കാനുള്ള രീതികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതും 25 ഡേയ്സിലെ ക്ലാസ്സാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം ഇനി വരുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് കുറച്ച് ഫ്രേസസ്, ഇഡിയംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺവെർസേഷൻ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഈ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. തുടർന്ന് വരുന്ന വീഡിയോകൾ നിശ്ചയമായും കണ്ടിരിക്കണം. മുമ്പുള്ള വീഡിയോകൾ നിങ്ങളുടെ ക്ലാസ്സിനൊരു അടിസ്ഥാനം ഉണ്ടാക്കി തരാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം, അവൻ നാളെ സ്കൂളിൽ പോകുമോ എന്നതിനെങ്ങനെയാണ്. നാം പഠിച്ചതുപോലെ നമ്മൾ ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് ഏതാണ്? വില്ലാണ് അല്ലേ. അപ്പോൾ ആദ്യം ആ വില്ലിനെ ഇങ്ങ് പുറത്തെടുക്കുക. എന്നിട്ടോ വിൽ ഹി ഗോ ടു സ്കൂൾ ടുമോറോ. ഓക്കെ, അപ്പോൾ വിൽ ചേർക്കുമ്പോൾ മനസ്സിലാക്കുക, വില്ലിനോടൊപ്പം അല്ലെങ്കിൽ ഷോളിനോടൊപ്പം റൂട്ട് വെർബ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. നമ്മൾ അതിനോട്ട് ഒരു ചേഞ്ചസും വരുത്തണ്ട കേട്ടോ. അപ്പോൾ വിൽ ഹി ഗോ ടു സ്കൂൾ ടുമോറോ, അവൻ നാളെ സ്കൂളിൽ പോകുമോ. ഐ ആണെങ്കിലോ വിൽ ഐ ഗോ ടു സ്കൂൾ ടുമോറോ, ഞാൻ നാളെ സ്കൂളിൽ പോകുമോ. യു ആണെങ്കിൽ വിൽ യു ഗോ ടു സ്കൂൾ ടുമോറോ, നീ നാളെ സ്കൂളിൽ പോകുമോ. എന്നാൽ നീ എവിടെയാണ് പോകുന്നതെന്നാണെങ്കിലോ, എവിടെ എന്നുള്ളതിന് എന്താണ് വാക്ക്? വെയർ. അപ്പോൾ ആ വെയറിനോടൊപ്പം ആ വിൽ ചേർത്തൊന്ന് പറഞ്ഞു നോക്കൂ. വെയർ വിൽ യു ഗോ ടുമോറോ, വെയർ വിൽ യു ഗോ ടുമോറോ. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിലാണ് പോകുന്നത്. വെയർ വിൽ ഹി ഗോ ടുമോറോ, അവൻ എവിടെ പോവും? ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, അവൻ നാളെ സ്കൂളിൽ പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാം ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കുന്നതുമായ കാര്യങ്ങൾ പറയാൻ പഠിച്ചു കഴിഞ്ഞു. അതായത് ഏകദേശം ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുറേയേറെ നമ്മൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്കതൊന്ന് നോക്കണ്ടേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നാം അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നോക്കൂ,
ഇപ്പോൾ ഞാൻ പറയാണ് അവൻ നോവൽ വായിക്കുന്നു. എന്തായി? ഹി റീഡ്സ് എ നോവൽ. ഞാൻ നോവൽ വായിക്കുന്നു. ഐ റീഡ് എ നോവൽ. ഓക്കെ, നീ നോവൽ വായിക്കുന്നു. യു റീഡ് എ നോവൽ. എന്നാൽ അവൻ നോവൽ വായിച്ചിരുന്നു. ഹി റെഡ് എ നോവൽ. READ തന്നെയാണ്. എന്താണ്? ഡിഡ് ഫോമാണ്. അപ്പോൾ ഞാൻ നോവൽ വായിച്ചിരുന്നു. ഐ റെഡ് എ നോവൽ. നീ നോവൽ വായിച്ചിരുന്നു. യു റെഡ് എ നോവൽ. എന്നാൽ അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഹീ ഈസ് റീഡിങ് എ നോവൽ. ഞാൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ആം റീഡിങ് എ നോവൽ. നീ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. യു ആർ റീഡിങ് എ നോവൽ. ഇനി നോക്കൂ, അവൻ നോവൽ വായിക്കും. ഹി വിൽ റീഡ് എ നോവൽ. ഞാൻ നോവൽ വായിക്കും. ഐ വിൽ റീഡ് എ നോവൽ. നീ നോവൽ വായിക്കും. യു വിൽ റീഡ് എ നോവൽ. അപ്പോൾ നോക്കിക്കോളൂ, ഈ ആദ്യവും അവസാനവും, അതായത് എന്താണ്, ഇന്നലെ കഴിഞ്ഞതും അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞതും നാളത്തേതുമായ കാര്യങ്ങളാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഈ സെൻറ്റൻസുകൾ ശരിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഹി ഈസ് റീഡിങ് എ നോവലാണെന്ന് പറഞ്ഞു. എന്നാൽ അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ ഹി വാസ് റീഡിങ് എ നോവൽ. അവൻ നോവൽ വായിച്ചു എന്നാണെങ്കിൽ ഹി റെഡ് എ നോവൽ. അത് നമ്മൾ പറഞ്ഞു, ഡിഡ് പ്ലസ് റീഡ് ആണെന്ന്. അപ്പം അതുപോലെ ഞാൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ആം റീഡിങ് എ നോവൽ. നീ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ നോവൽ. അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് റീഡിങ് എ നോവൽ. അപ്പോൾ ഈ രീതിയിൽ പാസ്റ്റ് ആയതും പ്രസൻ്റ് ആയതും ഫ്യൂച്ചർ ആയതുമായിട്ടുള്ള കാര്യങ്ങളാണ് നാം വളരെ വിശദമായി ഇപ്പോൾ പഠിച്ചത്, അല്ലേ? അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ തരുന്ന ഈ 5 സെൻറ്റൻസുകൾ, എക്സസൈസുകൾ നിങ്ങൾ ആ രീതിയിൽ, അതായത് ഇന്ന് പഠിച്ച ആ ഫ്യൂച്ചർ രീതിയിൽ എഴുതിയതിന് ശേഷം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സെൻറ്റൻസുകളുമായും ക്വസ്റ്റ്യനുകളുമായും, അത് കുറച്ച് ലെങ്തിയാണ് എന്നിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നാലും നിങ്ങൾ എഴുതുക. അപ്പോൾ എഴുതിയതിന് ശേഷം അത് കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഞാൻ നാളെ എക്സാം എഴുതും. എഴുതുക എന്നുള്ളത് റൈറ്റ് ആണെന്നറിയാമല്ലോ. ഞാൻ നാളെ എക്സാം എഴുതും. അവൻ നാളെ അവൻ്റെ വീട്ടിലേക്ക് പോകും. ടു ഹിസ് ഹോം, അത് ഊഹിക്കാമല്ലോ ഓബ്ജക്റ്റ്. അവൻ നാളെ അവൻ്റെ വീട്ടിലേക്ക് പോകും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ നാളെ എൻ്റെ പുസ്തകം വാങ്ങും. ഞാൻ നാളെ എൻ്റെ പുസ്തകം വാങ്ങും. ബൈ, BUY ആണ് ബൈ. അതിൻ്റെ പാസ്റ്റ് ഫോം വരുമ്പം ബോട്ടാണ്, BOUGHT, ബോട്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൾ അവനെ കാണും. ഓക്കെ, അവൾ അവനെ കാണും അല്ലെങ്കിൽ കണ്ടുമുട്ടും, മീറ്റ് എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഞാൻ നാളെ ഭക്ഷണം പാകം ചെയ്യും. കുക്ക് മൈ ഫുഡ് അല്ലെങ്കിൽ കുക്ക് ഫുഡ്. ഓക്കെ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വിൽ ചേർത്ത് എഴുതാനാണ്, അതായത് ഫ്യൂച്ചർ ഫോമിൽ ഇന്ന് പഠിപ്പിച്ച ഫോമിലാണ് തന്നിരിക്കുന്നത്. അതെല്ലാ ഫോംസിലേക്കും മാറ്റുകയും ക്വസ്റ്റ്യൻ രീതിയിൽ എഴുതുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയുള്ളതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൻ്റെ കാതലായ രൂപങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.